ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം റിസൾട്ട് അനൗൺസ് സ്റ്റോക്കുകളിൽ പോസിറ്റീവും അതുപോലെ നെഗറ്റീവുമായിട്ടുള്ള റിസൾട്ട് വന്ന സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പോസിറ്റീവ് റിസൾട്ട് വന്ന സ്റ്റോക്സുകളിൽ ഓറോ ഫാർമയാണുള്ളത്. അപ്പോൾ ഓറോ ഫാർമ നെറ്റ് പ്രോഫിറ്റ് 936 കോടി രൂപയാണ് കൂടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം തന്നെ കാട്ടി 90.6% ഒരു ഇൻക്രീസാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂവിൽ 17.7% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ഹീറോ മോട്ടോകോർപ്പാണ്. അപ്പോൾ ഹീറോ മോട്ടോകോർപ്പ് വേൾഡ് ലാർജസ്റ്റ് ടു വീലർ മേക്കേഴ്സ് ആണ്. അപ്പോൾ അവർ ഒരു 1073 കോടിയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 51% കൂടുതലാണ്. അതുപോലെ തന്നെ ഇവരുടെ റവന്യൂവിൽ 21% വർധനവും വന്നിട്ടുണ്ട്. പിന്നെ കമ്പനി ഇൻട്രീം ഡിവിഡൻറ്റും അതുപോലെ സ്പെഷ്യൽ ഡിവിഡൻറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ഡിവീസ് ലാബാണ്. അപ്പോൾ ഡിവീസ് ലാബിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 358 കോടിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 17% കൂടുതലാണ്. മാത്രമല്ല ഇതിൻ്റെ റവന്യൂവിൽ 8.6% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നെഗറ്റീവ് ന്യൂസ് വന്നിരിക്കുന്ന സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നെഗറ്റീവ് ന്യൂസ് വന്നിരിക്കുന്നത് ആദ്യത്തെ ശ്രീ രേണുക ഷുഗേഴ്സ് ആണ്. അപ്പോൾ ശ്രീ രേണുക ഷുഗേഴ്സ് നെറ്റ് ലോസ് ആണ്, 172 കോടിയുടെ ലോസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇത് 14.3 കോടി രൂപ പ്രോഫിറ്റിലായിരുന്നു. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് ഹയർ ഇൻപുട്ട് കോസ്റ്റും ഫിനാൻസ് കോസ്റ്റും ആണ് ഈ ലോസിന് കാരണം എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത നെഗറ്റീവ് ന്യൂസ് വന്നിരിക്കുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് ബജാജ് ഹെൽത്ത് കെയർ ആണ്. അപ്പം ബജാജ് ഹെൽത്ത് കെയർ നെറ്റ് ലോസ് വന്നിരിക്കുന്നത് 2.2 കോടി രൂപയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇത് 11.5 കോടി രൂപ പ്രോഫിറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇത് 2.2 കോടി ലോസിലാണ് നിൽക്കുന്നത്. അതുപോലെ റവന്യൂവും കുറഞ്ഞിട്ടുണ്ട്. 18.1% ഇടിവാണ് റവന്യൂവിൽ വന്നിട്ടുള്ളത്. അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് MCS ആണ്. അപ്പോൾ MCS നെറ്റ് ലോസ് 5.35 കോടി രൂപയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം 38.79 കോടി പ്രോഫിറ്റിലായിരുന്നു. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് വീക്ക് ഓപ്പറേഷൻ പെർഫോമൻസ് ആണ് ഇങ്ങനെ ലോസിലേക്ക് വരാൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 6 സ്റ്റോക്സുകൾ ഇന്നൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.